ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലാണ്. മുടി നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലും ഒക്കെ അകറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹെയർ ഓയിലിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ കറിവേപ്പില സഹായിക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കയ്യോന്നിയാണ്. അപ്പോൾ കയ്യോന്നി ബൃങ്ക എന്നൊക്കെ പറയും, പല പേരിൽ അറിയപ്പെടും. കയ്യോന്നി നമുക്ക് ഡാൻഡ്രഫ് താരനകറ്റാൻ വളരെ നല്ലതാണ് കേട്ടോ കയ്യോന്നി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തുളസിയിലയാണ്. 5-6 തണ്ട് തുളസിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തെറ്റിപ്പൂ എടുത്തിട്ടുണ്ട്. തെറ്റിപ്പൂ എന്ന് പറയുമ്പോൾ പല കളറിൽ നമുക്ക് കിട്ടും. നമുക്ക് റെഡ് കളറിലുള്ള തെറ്റിയാണ് ആവശ്യം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ നല്ലൊരു കണ്ടീഷണറാണ് നമ്മളുടെ മുടിക്ക്. പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കരിഞ്ജീരകം ഉണ്ടല്ലോ, കരിഞ്ജീരകം അതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് കരിഞ്ജീരകം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നെല്ലിക്കയ്ക്ക് പകരം നെല്ലിക്കയുടെ പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നെല്ലിക്കയാണെങ്കിൽ നമുക്ക് അതെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇലകളൊക്കെ ഒന്ന് ഇറുത്തിട്ട് ആ കറ്റാർവാഴയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത്. അപ്പോൾ ഇത് കൂടാതെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല, നമ്മളുടെ വെളിച്ചെണ്ണ. അത് നമുക്ക് വേണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ എണ്ണയ്ക്കുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് ഇറുത്തിടാം. ഞാനിവിടെ ഇലകളൊക്കെ ഇറുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ കറ്റാർവാഴ പൾപ്പ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇത് മൊത്തത്തിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കിത് കഴിക്കാനല്ലല്ലോ, എണ്ണ കാച്ചാനല്ലേ. അപ്പോൾ നമുക്ക് പൾപ്പ് മാത്രം ആക്കണ്ട, അത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എണ്ണ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചതിന് ശേഷം ഞാനൊരു തോർത്ത് യൂസ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പൾപ്പൊന്നും ഉണ്ടാവില്ല, നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ മാറി കിട്ടണം. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് നല്ല കുറുകി വരണം കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമ്മളിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, നല്ല തിക്ക് കൺസിസ്റ്റൻസി എത്തണം നമുക്ക്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കരിഞ്ജീരകവും അതുപോലെ തന്നെ നെല്ലിക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ നെല്ലിക്ക പൊടിയൊക്കെ ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിച്ചു പോകും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം കരിഞ്ജീരകവും നെല്ലിക്കാപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്ലെയിം കൂട്ടാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ എടുത്ത് വയ്ക്കാൻ മറന്നുപോയൊരു ഐറ്റം ഉണ്ട്. നമ്മളുടെ ഉലുവ നല്ലൊരു കണ്ടീഷണറാണ് മുടിക്ക്. അതുപോലെ തന്നെ മുടി വളരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനത് നേരത്തെ എടുത്ത് വയ്ക്കാൻ മറന്നതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉലുവ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഒന്ന് മാറി ഇത് നല്ല തിക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇത് രണ്ടും 2
ഇതായിട്ടേ കിടക്കുള്ളൂ കേട്ടോ. അതതിൻ്റെ ഡെൻസിറ്റിയുടെ വ്യത്യാസം കൊണ്ടാണ്. എണ്ണ വേറെ, നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു പച്ചമരുന്നിൻ്റെ കൂട്ട് വേറെ. അപ്പോൾ രണ്ട് ഇതായിട്ടേ കിടക്കും. ഇത് രണ്ടും ബ്ലെൻഡായി വരുന്നതാണ് നമ്മളുടെ എണ്ണയുടെ പരുവം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും അത് രണ്ടും ബ്ലെൻഡായി കിട്ടാൻ. കണ്ടോ, ഇപ്പോൾ രണ്ടും രണ്ട് ലെവലിനാണ് കിടക്കുന്നത്. എണ്ണ മുകളിലും അതുപോലെ തന്നെ നമ്മളുടെ പച്ചമരുന്നിൻ്റെ കൂട്ട് താഴെ. അപ്പോൾ ഇത് രണ്ടും ബ്ലെൻഡായി വരുന്നത് വരെ നമുക്ക് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ടൈം എടുത്തേ ഇത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നല്ല പോലെ പതയൊക്കെ ഉണ്ടാവും. ആ പതയൊക്കെ മാറി വരുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കുക. അതാണ് ആ എണ്ണയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഇപ്പോഴും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല. ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒക്കെ മാറി എണ്ണ മാത്രമായിട്ട് നമുക്ക് കിട്ടണം. എന്നാൽ നമ്മളുടെ എണ്ണ ഇപ്പോൾ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതൊന്നുകൂടി ഒന്നായി കിട്ടാനുണ്ട്. ഇതാ ഇപ്പോൾ നമ്മളുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ല പോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടാകുന്ന ടൈമിൽ ഇത് പതഞ്ഞ് വരും. അതുപോലെ തന്നെ ഒരു കിരികിരാന്നുള്ളൊരു സൗണ്ട് ഉണ്ടാകും. ഇപ്പോൾ അതൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പൂർണ്ണമായും മാറി വന്നിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നല്ല പോലെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണയുടെ പരുവം അറിയാനായിട്ട് വേറൊരു ട്രിക്കുണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മാറി വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് അരിയോ അല്ലെങ്കിൽ കുരുമുളകോ, ഞാനിപ്പോൾ അത് രണ്ടും ഒരിത്തിരി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നോക്കുമ്പോൾ അത് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം പൊങ്ങി വരും. ഇതാ കണ്ടോ, ഇപ്പോൾ ആ അരിയും കുരുമുളകൊക്കെ പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പരുവമാണ് നമ്മളുടെ എണ്ണയുടെ കൺസിസ്റ്റൻസി അറിയാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എണ്ണയുടെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മളുടെ എണ്ണ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അരിച്ചെടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാം. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.